പാലക്കാട് CPM-ൽ പ്രതിസന്ധിയെന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി നേതാവ് PK ശശി. CPM വിരുദ്ധ ഇടത് പാർട്ടികളുടെ ഐക്യത്തിനായി DMF ശക്തമാക്കുമെന്നും ഒറ്റപ്പാലത്തെ വോട്ട് ചോർച്ച UDF പരിശോധിക്കണമെന്നും ശശി. ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുമായിട്ടാണ് ഞങ്ങൾ ധാരണയുണ്ടാക്കാൻ, അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് മത്സരിച്ച് വിജയിച്ച ആളുകളുമായി, സഖാക്കളുമായി, ജി സുധാകരൻ, ഗോവിന്ദേട്ടൻ, കുഞ്ഞികൃഷ്ണേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് ഞങ്ങളെ അവഗണിച്ച് തള്ളിയ ആളുകളോട് ഞങ്ങൾ പറഞ്ഞു, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ വളരെ ഡിസിസീവായ ഒരു ഫാക്ടറായി മാറും. ഞങ്ങളുടെ കൂടി താല്പര്യത്തിനനുസരിച്ച്, ഞങ്ങളുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും നിലവിലുള്ള ഘടനയിൽ മാറ്റം വരും. CPIM-ന്റെ കയ്യിലുണ്ടായിരുന്ന 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. തൃത്താലയും കോങ്ങാടും LDF-ന്റെ കയ്യിലുള്ള ചിറ്റൂര് നഷ്ടപ്പെട്ടു. ഈ 3 മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നതിൽ CPM-നും LDF-നും നഷ്ടപ്പെടുന്നതിൽ DMF വഹിച്ചിട്ടുള്ള പങ്ക്, ഞങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് മത്സരിച്ച് ജയിച്ച എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. CMP-യുമായി സഹകരിച്ച് പ്രവർത്തിച്ചേക്കുമെന്നും അതിന്റെ നേതാവ് CP ജോണുമായി ചർച്ചകൾ നടന്നുവെന്നും ശശി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരൻ എന്നിവരുമായി ബന്ധപ്പെട്ടു വരികയാണ്. DMF-ന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം ഉടൻ നടത്തും. ജില്ലാ കൌൺസിൽ ഉടൻ ചേരും. മണ്ഡലം കമ്മിറ്റികൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ രൂപീകരിക്കും. ഒറ്റപ്പാലത്ത് തനിക്ക് UDF വോട്ടുകൾ കുറഞ്ഞെന്ന് PK ശശി പറഞ്ഞു. ഈ ഒറ്റപ്പാലത്ത് PK ശശി പരാജയപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നല്ലോ ഒറ്റപ്പാലം. അനായാസം ജയിച്ചു കളയാമെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയല്ലല്ലോ അവിടെ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള രൂപത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടത്. അവിടെ മോശമല്ലാത്ത ഇലക്ഷൻ വർക്ക് നടത്തി. പക്ഷെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് ഒരു 4000 വോട്ടിന് ഞങ്ങൾ ജയിക്കൂ തന്നെയാണ് കണക്ക്. ആ കണക്ക് ശരിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം UDF-ന്റെ വോട്ടിൽ 12,000-ഓളം വോട്ട്, 11,122 വോട്ട് കുറഞ്ഞുപോയി. 59,707 വോട്ടിൽ നിന്ന് 48,585 UDF-ന്റെ വോട്ട് കുറഞ്ഞുപോയി. BJP-യുടെ വോട്ടാകട്ടെ നല്ലതുപോലെ വർദ്ധിച്ചു. 25,000-ൽ നിന്ന് 42,476 വർദ്ധിച്ചു. ഇതാണ് CPM-ന്റെ വിജയത്തിലേക്ക് കലാശിച്ചത്. CPM-ന്റെ വോട്ടിൽ വർധനവുണ്ടായിട്ടില്ല. CPM-ന്റെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള വർധനവ് ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ 2021-നേക്കാൾ 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPM-നുണ്ടായിട്ടുള്ള വർധനവ് കേവലം 503 വോട്ട് മാത്രമാണ്. 503 വോട്ടാണ് CPM-ന് വർദ്ധിച്ചത്. CPM ശക്തിപ്പെട്ടത് കൊണ്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടത് കൊണ്ടല്ല അവിടെ ഈ ഭൂരിപക്ഷം വർദ്ധിച്ചത്. ഈ 26,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് CPM LDF എത്തിയത് UDF-ന്റെ വോട്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് UDF ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം. UDF വോട്ടുകൾ എവിടെ പോയെന്ന് പരിശോധിക്കണം. BJP-ക്ക് വോട്ട് വർദ്ധിച്ചു. ഒറ്റപ്പാലത്ത് CPM ശക്തിപ്പെട്ടിട്ടില്ല. വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഒറ്റപ്പാലത്തെ NDA-യുടെ വോട്ട് വർധനയും പരിശോധിക്കപ്പെടണം. ചിറ്റൂരും കോങ്ങാടും UDF വിജയിച്ചതിൽ തങ്ങൾക്ക് പങ്കുണ്ട്. മണ്ണാർക്കാടും മലമ്പുഴയും ആലത്തൂരും ഇടതുപക്ഷ വോട്ട് കുറയ്ക്കാനും സാധിച്ചു. ജില്ലയിലെ CPM നേതാക്കൾ ഉൾപ്പെട്ട സ്പിരിറ്റ് കച്ചവടം മുതൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് വരെ പുറത്തുവരും. തെറ്റായ നടപടി കണ്ടാൽ ഇനി പോലീസ് ഇടപെടും. അതാണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നടന്നത്. പാർട്ടിക്കുണ്ടായിട്ടുള്ള തകർച്ച എന്തുകൊണ്ടുണ്ടായി എന്ന് പറയാൻ നാളിതുവരെ തയ്യാറായിട്ടില്ലല്ലോ. വിജയിച്ചു എന്നാ പറയുന്നത്. സംസ്ഥാന തലത്തിൽ തകർന്നടിയുമ്പോഴും ഭാര്യ അഹങ്കാരത്തോടു കൂടി ആരുടെയൊക്കെയോ മേക്കെട്ട് കയറുന്നു, ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നു. രാഷ്ട്രീയ കാലാവസ്ഥ മാറിയത് അറിഞ്ഞിട്ടേയില്ല. എന്തായാലും ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം അധികാരത്തിന്റെ തണലിൽ നടത്തി കാട്ടിക്കൂട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളക്കച്ചവടങ്ങളുണ്ട്,
സ്പിരിറ്റ് കച്ചവടമുണ്ട്, എല്ലാ ഏർപ്പാടുകളും. അത് നടത്തിയ ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര എളുപ്പമാകില്ല, സുഖമായിരിക്കില്ല എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാനസികമായി വന്ധ്യംകരിക്കപ്പെട്ട നിലയിലാണ് ജില്ലയിലെ പല CPM നേതാക്കളുമുള്ളത്. PV അൻവർ ഇടതുപക്ഷമാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ലെന്നും PK ശശി പറഞ്ഞു. അദ്ദേഹം നിരന്തരം വിളിക്കാറുണ്ട്, നമ്മൾ ഒന്നിക്കണമെന്ന് പറയും. എന്നാൽ അൻവർ ലെഫ്റ്റാണെന്ന് ആദ്യം തെളിയിക്കട്ടെ, എന്നിട്ട് ഒന്നാവുന്നതിനെപ്പറ്റി ആലോചിക്കാമെന്നും ശശി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.